അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കുക. ഇനി ശർക്കര ഉരുകുന്നതിന് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പൊ ശർക്കരയൊക്കെ അതാ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ചൂടായി കിടക്കുന്ന നെയ്യിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. ഇപ്പൊ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ ആ ചൂട് കൊണ്ട് കുറച്ചും കൂടെ ഒരു ഗോൾഡൻ നിറം ആക്കിയിട്ട് ഈ ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കാം. കല്ലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതി, അല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനി മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പഴമാണ്. പഴം എടുക്കുമ്പോൾ പാളയംകുടം പഴം എടുക്കുക. മൈസൂർ പഴം ഉണ്ടല്ലോ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ പഴുത്ത പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മീഡിയം സൈസ് 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ള പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പഴം എടുത്താൽ മതി. ഇപ്പൊ പഴത്തിന്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി തൊലി മാറ്റിയ പഴം ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഈ പഞ്ചസാരയും കൂടി ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ പഴം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പൊ പഴം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്. ശർക്കര പാനി ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഈ ശർക്കര പാനി മുഴുവനും ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പൊ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിംഗ് ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും എടുക്കാം. രണ്ടാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ 1 കപ്പ് മാവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് മാവായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടി പോകരുത്. ഇനി അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കൂട്ടി ചേർത്തത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച പഴം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പഴവും ശർക്കരയൊക്കെ കൂടി അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മാവ് നമ്മൾ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യവും കൂടിയുണ്ട്. 1/2 കപ്പ് സാധാരണ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വീതം ഒഴിച്ച് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് വീതം ഒഴിച്ച് ഈ മാവ് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വെള്ളം വീതം വേണം ഒഴിച്ച് ഈ മാവ് കുഴച്ചെടുക്കാം. കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈവച്ച് കുഴയ്ക്കുന്നതിലാണ് ഈ മാവിന്റെ പരുവം കിട്ടുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക.
ഇപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരക്കപ്പ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ മാവിന്റെ ഈർപ്പത്തിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റെങ്കിലും കൈ വെച്ചതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ 1 മിനിറ്റ് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ അത് ഇങ്ങനെ വീണ് കിട്ടണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടും ഇതിന്. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി റവ ചേർത്തത് കൊണ്ട് ഒരു 10 മിനിറ്റ് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ട് മാത്രം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മാവ് ആ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ മാവ് നമുക്ക് ഒഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കത്തി നല്ലോണം ചൂടായതിനു ശേഷം പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തത് കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഒരു കുപ്പി വേണം നമുക്ക് ആവശ്യം. ഈ കുപ്പി ഇങ്ങനെ തിരിച്ചു പിടിക്കാം. ഇനി ഇതിന്റെ ഉള്ളിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഒഴിച്ചതിന് ശേഷം മാവ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ അടപ്പ് ഊരിയിട്ടില്ല. അടപ്പ് ഊരാതെ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇതുപോലത്തെ ഒരു ചട്ടുകം. ഈ കടായിയുടെ രണ്ടറ്റത്തൂടി 2 കാതുണ്ടല്ലോ, ഈ കടായിയുടെ രണ്ടറ്റത്തും ഈ ചട്ടുകം ഇങ്ങനെ വെച്ചു കൊടുക്കുക. ചട്ടുകവോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുക. ഓയിൽ നല്ലോണം ഒന്ന് ചൂടാവണം. ഇനി നമ്മളെ ബോട്ടിൽ എടുക്കുക. ഇനി അടപ്പ് തുറന്ന് മാറ്റാം. എണ്ണ ചൂടായതിനു ശേഷം ജസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, മാവ് ഇങ്ങനെ താനെ വന്നോളും. ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കുക. പിന്നീട് കുറച്ച് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് വേണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ചട്ടുകം നമുക്ക് മാറ്റാം. ഇനി തിരിച്ചു മറിച്ചുവിട്ട് ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാവരും ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, നല്ല ബോള് പോലെ ഉരുണ്ടിരിക്കുന്നത്. നമ്മൾ കൈ വെച്ച് മാവ് ഓയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊള്ള പേടിയൊന്നും വേണ്ട. ഇതുപോലെ ബോട്ടിൽ ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇതുപോലെ കുറെ എണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വീറ്റ് ബോണ്ട ഇവിടെ റെഡിയായി. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഉരുണ്ട് ബോള് പോലെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് പുറത്ത് നല്ല ക്രിസ്പിയാണ്, പക്ഷെ അകത്ത് നല്ല സോഫ്റ്റും ആണ്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം.
പാകമൊക്കെ വെന്ത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇടും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്